നിന്നെ കൊന്നിട്ടാണെങ്കിലും ഉടനെ ഞാൻ അവളെ. ഹലോ 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 നാശം. വേണ്ട പ്രസാദേട്ടാ, വേണ്ട. അവര് പോട്ടെ. പോട്ടേന്നോ? എന്തിനാ നീ എന്നെ തടഞ്ഞു നിർത്തുന്നേ? അവന്മാരൊക്കെ ആരാ? എന്തിനാ അവന്മാര് നിന്നെ ടാർഗറ്റ് ചെയ്യുന്നേ? ഏതവനെ നിന്നെ പിടിച്ചോണ്ടെല്ലാം കാത്തിരിക്കുന്നത്? ഞാൻ നിന്നോട് അഞ്ജലി ചോദിക്കുന്നേ, മറുപടി പറ. നിന്റെ വായിലെന്താ നാക്കില്ലേ? മറുപടി പറയടി. അഞ്ജലി, നിനക്ക് വേണ്ടി ഞാൻ അവന്മാരെ തല്ലിയത്. എന്റെ ജീവൻ പണയം വെച്ചിട്ടായാലും നിന്നെ രക്ഷിക്കണമെന്ന് ഉറപ്പിച്ചിട്ടാ സകലരോടും പോരാടിയത്. എന്നിട്ടും എന്താ നടക്കുന്നതെന്ന് തുറന്നു പറയാനുള്ള മനസ്സ് നീ കാണിക്കുന്നില്ല. എന്താ അതിനർത്ഥം? ഞാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നല്ലേ? എന്നെ നിനക്ക് തീരെ വിശ്വാസമില്ലാന്ന്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പറയാതെയും ചിലതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവും. അതാണ് ചോദിച്ചിട്ടും നീ മിണ്ടാതെ നിന്നത്. എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും പറയില്ലെന്ന വാശിയ നിനക്ക്. എന്നെ വിഡ്ഢിയാക്കാൻ, എനിക്ക് വിലയില്ലാതാവാൻ. അത്ര തന്നെ. ശരി ശരി, ഇവിടെ അമ്പല പരിസരത്ത് നിന്ന് ഇനി കണ്ണീർ വീഴ്ത്തണ്ട. ഞാനായിട്ട് ഇനി ഒന്നും ചോദിച്ച് തന്നെ വിഷമിപ്പിക്കുന്നില്ല. കരച്ചിൽ നിർത്ത്. എല്ലാം എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ മാത്രം തനിക്ക് എന്നോട് പറയാം. അതിനുള്ള അവകാശം ഞാൻ തനിക്ക് തരിക. നോക്ക്, തന്നെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ എന്ന ചിന്ത എനിക്ക് വല്ലാത്ത വേദനയാണ്. ഏതായാലും എത്രയൊക്കെ വേദനിച്ചാലും ബുദ്ധിമുട്ടിച്ചാലും ശരി, തന്നെ ഞാൻ ഒരിക്കലും തനിച്ചാക്കില്ല. ഏതറ്റം വരെയും തനിക്കെന്നെ ആശ്രയിക്കാം. എന്താവശ്യവും പറയാം. ഞാൻ മരിച്ചിട്ടല്ലാതെ ഒരാളും തന്റെ ദേഹത്ത് തൊടില്ല. ഇതെന്റെ വാക്കാണ്. വാ പോ. നിക്ക് കയറാൻ വരട്ടെ. ഒരു കാര്യമുണ്ട്. എന്താ പുഷ്പൻ ചേട്ടാ? ഈ കുടുംബത്തിലെ കാരണവർക്ക് ഇളയവന്റെ വക ചെറിയൊരു ദക്ഷിണ, നമ്മുടെ ഹരിയുടെ. ദക്ഷിണയോ? അതിന് ഞാൻ അവനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒരാൾക്കൊരു ദക്ഷിണ നൽകിയാൽ അതിന് പഠിപ്പിക്കണമെന്നൊന്നുമില്ല. ഗുരുത്വമായിട്ട് കണ്ടാൽ മതി. ഹരേ,
ഇന്നലെ എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ അച്ഛനും അമ്മയും ആ ശമ്പളം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണം. അല്ല, മുരളി ആരതി ഇവിടെ? മുരളി ഇതൊന്നും അറിയാതെ രാവിലെ സവാരി ഉണ്ടെന്നും പറഞ്ഞു പോയി. ആരതി പിന്നെ ഇതുവരെ മുറി വിട്ട് പുറത്തു വന്നിട്ടില്ല. അത് സാരമില്ല. ഏതായാലും ഞാൻ പോലും ചെയ്യാത്ത നിന്റെ ഈ ദക്ഷിണ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഈ മുണ്ടും നേരിയതും ദക്ഷിണയെ സ്വീകരിക്കുന്നു. പക്ഷേ കാശ് അത് നിന്റെ പോക്കറ്റിൽ ഇരുന്നാ മതി. തൽക്കാലം എനിക്കതിന്റെ ആവശ്യമില്ല. ദാ പിടിക്കും. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഇതിനേക്കാൾ വലിയ വലിയ ശമ്പളങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അപ്പൊ നടക്കട്ടെ കാര്യങ്ങൾ. അയ്യോ, മറന്നു വല്യടാ, ഒരു മിനിറ്റ്. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ഫോട്ടോ എടുക്കടി. ഫോട്ടോയോ? ആ, അല്ല നാളെ ഞങ്ങൾക്കേ, അല്ല എനിക്ക് മക്കളൊക്കെ ഉണ്ടാവുമ്പോ ഈ ചരിത്ര നിമിഷം അവരെ കാണിക്കാനുള്ള ഒരു ഓർമ്മചിത്രം. പ്ലീസ് സഹകരിക്കണം. ശിവന്റെ ഒരു കാര്യം. എടുത്തോ. എന്നാ പിന്നെ ഒരു സെൽഫിയും കൂടെ ആവാ അല്ലേ? പിന്നെ ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു. വൺ സെൽഫി പ്ലീസ്, കം. അപ്പോ സഭ പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാവർക്കും പോവാം. വാ. ചോറി ചെയ്യാതെ പുഷ്പം ചേട്ടാ, ഫോട്ടോ ഷെയ്ക്കൊന്നുമില്ലെന്ന് പരിശോധിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നിന്റെ ഫോട്ടോ ഇവിടെ ആർക്ക് വേണം? ഞാൻ ചൊറിഞ്ഞതേ ആ കാശിങ് പുറത്തെടുക്കാനാ. അതെന്തിന്? കാര്യമുണ്ട്. നീ നോട്ടായത് പുറത്തെടുക്കണ്ട. പക്ഷേ പ്രസാദ് വേണ്ട, കയ്യിലിരിക്കട്ടെ എന്നൊക്കെ പറയുമെങ്കിലും എന്റെ അഭിപ്രായം മറിച്ച കൊടുത്ത കാശിൽ കുറച്ചെടുത്ത് മാർക്കറ്റിൽ പോയി അടുക്കള സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരണം നീ. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഇന്നലെ വരെ ഇല്ലായിരുന്നു, എന്നാൽ ഇന്ന് മുതൽ ഉണ്ട്. എന്നും പ്രസാദിന്റെ പേഴ്സ് ചോർന്നിട്ടല്ലേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? അതിലെ ചെറിയൊരോട്ട നിനക്ക് അടയ്ക്കാം. നീ പറഞ്ഞില്ലേ ഇവള് നിന്റെ പെണ്ണാണെന്ന്? അത് വെറും നിന്റെ തെറ്റിദ്ധാരണയാ. ഇവള് എന്റെ പെണ്ണാ, എന്റെ മാത്രം പെണ്ണ്. ഏതവനാ നിന്നെ പിടിച്ചോണ്ട് ചെല്ലാൻ കാത്തിരിക്കുന്നത്? നീ വന്നിട്ട് കുറച്ച് ചന്ദനം തൊടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അല്ല, അമ്പലത്തിൽ പോയിട്ട് പ്രസാദം എവിടെ? ഗുണ്ടകൾ വന്ന് തട്ടിക്കളഞ്ഞു. എന്താ പറഞ്ഞ? ആ മേഘനാഥൻ സർവ്വസന്നാഹങ്ങളോടെ ഞങ്ങളെ കിട്ടാൻ ആൾക്കാരെ അയച്ചിരിക്കുക സീതമ്മേ. ഇന്നിപ്പോ അമ്പലനടയിൽ വരെ വന്ന് കാത്തു നിൽക്കാൻ തുടങ്ങി. താമസിയാതെ അവര് ഈ വീട്ടുനടയിലും കയറി വരുമെന്ന് ഉറപ്പാ. ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ ഈശ്വര. ഈ റോഡിലൊക്കെ എത്ര ആക്സിഡന്റുകളാണ് നടക്കുന്നത്. ആ മേഘനാഥന് മാത്രം ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഞാൻ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നതേ, കുട്ടിക്കാലത്ത് ട്രിപ്പങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് ഓടി വന്നതുപോലെ ഇവിടെ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോന്നോ. എന്തിന്?
എന്റെ പെണ്ണെ, അതൊരു കാലം, അതൊരു ദേശം. ഇന്നിവിടെ നീ നിൽക്കുന്നത് ഒരു രാജാധികാരത്തിന്റെയും കീഴിലല്ലെന്ന് മാത്രം നീ ഓർത്താ മതി. പ്രത്യേകിച്ചും 3 ആണുങ്ങളുള്ള ഈ വീട്ടിൽ കിട്ടുന്ന സുരക്ഷിതത്വം നിനക്ക് മറ്റൊരിടത്തും കിട്ടില്ലെന്നും കൂടി വേണം നീ മനസ്സിലാക്കാൻ. 3 ആണുങ്ങളല്ല, 4 ആണുങ്ങൾ. ഈ വീട്ടിൽ ഞാനും മുരളിയും ഹരി മാത്രമല്ല, പുഷ്പൻ ചേട്ടനും പിന്നെ നമ്മുടെ അച്ചൂട്ടനും കൂടെ ഉള്ളത് സീതമ്മ മറന്നു. അല്ല, ഞങ്ങള് അത് പിന്നെ അഞ്ജലി അമ്പലനട നടന്ന കശവശയെക്കുറിച്ച് പറഞ്ഞതാണെന്ന് മനസ്സിലായി. അവന്മാരേതോ മാല പറിച്ച് ഓടുന്നവന്മാരായിരിക്കും. അത് കഴിഞ്ഞു. പിന്നെ ഞാനേ ഇപ്പൊ തന്നെ പോയി നമ്മുടെ നാഥ് സാറിന്റെ വീട്ടിൽ നിന്ന് അച്ചൂട്ടനെ വിളിച്ചോണ്ടുവരാം. അവനോട് ഇല്ലാത്തോണ്ട് ഒരു സുഖക്കുറവ്. അഞ്ജലി വരുന്നുണ്ടോ എന്നോട്? ഇല്ല പ്രസാദേട്ടാ, പ്രസാദേട്ടൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നാ മതി. ശരി. മേഘനാഥന്റെ കാര്യം പറഞ്ഞത് പ്രസാദേട്ടൻ കേട്ട് കാണുമോ? ഏയ്, ഒരിക്കലുമില്ല. എങ്കിലേ ഇങ്ങനെയല്ലല്ലോ പ്രതികരിക്കാൻ. ഇതിപ്പോ നല്ലൊരു അച്ഛന്റെയും ഭർത്താവിന്റെ മനസ്സാ പ്രസാദ് സാറിന്റേത്. ഞാനാണെങ്കിൽ അതിനൊരു മഹാഭാഗ്യമായിട്ട് കണ്ട് ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്തേനെ. നിന്റെ കാര്യം എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കാം. നാണം കെട്ടവന്മാരെ, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? പോയി എവിടെയെങ്കിലും പോയി ചാവി. ഫോൺ വിളിച്ചപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചത്. രാധ എന്റെ കൈവെള്ളയിൽ കിട്ടിയെന്ന്. എന്നിട്ടിപ്പോ നിന്നെയൊക്കെ ചെല്ലും ചെലവും തന്ന് തീറ്റി പോറ്റുന്നതിനേക്കാളും നല്ലത് വല്ല തെരുവ് നായ്ക്കൾക്കും തീറ്റ കൊടുക്കുന്നതാ. വാലാട്ടാനോ കുരയ്ക്കാനോ എങ്കിലും പ്രയോജനപ്പെടും. സാർ, അവൾ ഒറ്റയ്ക്കല്ലായിരുന്നു, അവളുടെ കൂടെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു. ഒരുത്തനല്ലേ? പക്ഷെ നീയൊക്കെ എത്ര എണ്ണം ഉണ്ടായടാ? എന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി? അവന്റെ കയ്യും കാലും തല്ലി ഒടിച്ച് പിടിച്ചുകൊണ്ട് വരുന്നതിന് പകരം തല്ലും വാങ്ങി പേടിച്ച് വാലും ചുരുട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. നാണോ ഇല്ലാത്ത വർഗങ്ങൾ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് അവൾ എന്തിനാ അവൻ രക്ഷിച്ചെന്നാ. അവൻ എന്താ അവളെ സഹായിക്കേണ്ട കാര്യം? എന്താ അവർ തമ്മിലുള്ള ബന്ധം? ഒന്നും അറിയില്ല സർ. അവൾ അവന്റെ പേര് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. അതാ അവൻ ഞങ്ങളെ വന്ന് ബ്ലോക്ക് ചെയ്തത്. പേര് വിളിച്ചോ? എങ്കി പറ, എന്താ അവള് വിളിച്ച പേര്? പറയടോ, എന്താ അവള് വിളിച്ച പേരെന്ന്? അയ്യോ സാർ, അടിക്കല്ലേ സാർ, അടിക്കല്ലേ. മതി സാറേ, യവന്മാരെ തല്ലിയിട്ട് ഒരു കാര്യമില്ല. സാറ് തന്നെ തീറ്റ കൊടുത്ത് യവന്മാർക്ക് ഉണ്ടായി കൊടുത്ത തടിയായത്. അടിച്ച് കേടുവരുത്തിയാലേ ആശുപത്രി ചെലവും സാറ് തന്നെ കൊടുക്കേണ്ടി വരും. നോക്ക്, അവൻ ആരാ? രാധ അവൻ സഹായിക്കുന്നത് എന്തിനാ? ഇങ്ങനെയുള്ള സകല വിവരങ്ങളും എനിക്ക് ഉടനെ കിട്ടണം. ഇനി അവൻ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് നീയൊക്കെ എന്റെ മുന്നിൽ വന്നാ മതി. പോ എന്റെ മുന്നിൽ നിന്ന് പോ. ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ലടോ. ഫോണിലൂടെ എന്നെ വെല്ലുവിളിച്ചവനവൻ.
അവളെ സംരക്ഷിച്ച് നിർത്താമെന്ന അഹന്തയായിരുന്നു അവന്റെ ഓരോ വാക്കിലും. ഏതായാലും ഒന്ന് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു, അവന്റെ മരണം. അവന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയാ. എങ്ങനെയോ അവനെ കണ്ടുപിടിച്ച് തീർത്തിരിക്കും ഞാൻ. നമസ്കാരം സർ. പ്രസാദോ, വരൂ, കയറി വരൂ. പ്ലീസ് ഹാവ് എ സീറ്റ്. എന്തുപറ്റി? സാറിന് വലിയ ടെൻഷനിലാണെന്ന് തോന്നല്ലോ. സോറി, എനിക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ സഹായിക്കാലെന്ന് ഓർത്തിട്ടാ. ഏയ്, അതൊന്നും വേണ്ടടോ. 1-2 ജോലിക്കാരുടെ പ്രശ്നം. ഗുഡ് ഫോർ നത്തിങ് ഇഡിയറ്റ്സ്. ശമ്പളം വാങ്ങി ജോലി ഒട്ട് ചെയ്യൂല, അത്ര തന്നെ. എന്താ പ്രസാദ് ഇപ്പൊ വന്നത്? പ്രതീക്ഷിച്ചില്ലല്ലോ. അച്ചുമോനെ കൊണ്ടുപോകണമായിരുന്നു. അവധി കഴിഞ്ഞില്ലേ? അവനെ കാണാതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ അവിടെ. ഓ യെസ്, എനിക്ക് മനസ്സിലാവും. ഞാൻ വിളിക്കാം. അച്യുത്, അച്യുത്, അച്യുത് മോനെ. അച്ഛാ, അച്ഛൻ ഒരുപാട് നേരമായോ വന്നിട്ട്? ഇപ്പൊ വന്നേ ഉള്ളൂ. അമ്മ എന്താ കൂടെ വന്നില്ലേ? ഇല്ല, നമുക്ക് ചെല്ലുമ്പോ കാണാലോ. മോനെ കാണാൻ അമ്മ കാത്തിരിക്കുക. എങ്കിൽ ഇത്തവണ അങ്കിളിനെയും കൂടി കൊണ്ടുപോയാലോ വീട്ടിലേക്ക്? അതിനെന്താ, മോൻ വിളിക്കേ. നീ പറഞ്ഞില്ലേ ഇവള് നിന്റെ പെണ്ണാണെന്ന്? അത് വെറും നിന്റെ തെറ്റിദ്ധാരണ. ഇവൾ എന്റെ പെണ്ണാ, എന്റെ മാത്രം പെണ്ണ്. അവൻ എനിക്ക് കണ്ടുപിടിക്കണം മണിച്ച. രാധയെ രക്ഷിച്ച് ഫോണിലൂടെ എന്നെ അപമാനിച്ചില്ലേ? അവനെ കണ്ടുപിടിച്ച് നമ്മുടെ ദേശത്തെ ആംശവാള് കൊണ്ട് തന്നെ അവന്റെ കുരുതി ഞാൻ നടത്തിയിരിക്കും, ഉറപ്പാ. ആ ഉറപ്പൊക്കെ നമുക്ക് നടത്താം സാർ. ഇപ്പൊ വേണ്ടത് അമ്മ എങ്ങനെ തിരിച്ചുകൊണ്ടുവരികയാണ്. അമ്മ ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിലും നമുക്കൊരു ബലമാണ് സാറേ. അവരെ മാറ്റി നിർത്തുന്നത് നല്ലതല്ല. തെറ്റ്. ഇവിടെ ഇപ്പോ എനിക്ക് എന്റെ അമ്മ ഇല്ലാത്തതാ ഒരു കണക്കിന് നല്ലത്. അല്ലെങ്കിൽ എന്റെ എല്ലാ പ്രവൃത്തികൾക്കും അമ്മ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞ ഇവിടെ ഇപ്പോ അമ്മയല്ല എന്റെ കൂടെ വേണ്ടത്, അമ്മായിയ. കോട്ടയ്ക്കൽ ശിവശങ്കരി അമ്മായി ആയിരുന്നെങ്കിൽ ഇവിടത്തെ കഥ മാറിയേനെ. വരട്ടെ, നോക്കാം നമുക്ക്. മോളെ, ആ പുഷ്പൻ ചേട്ടനോ? കിടന്നില്ലേ ഇതുവരെ? സമയമായി. നോക്കിയപ്പോ മോളിരുന്നെന്തോ കാര്യമായിട്ട് ജോലിയിലാണ്. എങ്കിൽ പിന്നെ ഈ ഒരു കട്ടൻ ചായ ഇവിടെ തന്നിട്ട് പോകാമെന്ന് കരുതി.
താങ്ക് യു ചേട്ടാ. ഒരു ചായ കിട്ടിയിരുന്നെങ്കിലെന്ന് ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. ആഹാ. നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. ആ. ഇതെന്താ ഇന്ന് ആർക്കും ഇവിടെ ഉറക്കൊന്നുമില്ലേ? ചായ കൂടിയും സഭ കൂടലും ആണല്ലോ. പ്രസാദേട്ടൻ ഉറങ്ങിയില്ലായിരുന്നല്ലേ? നന്നായി. നീ കിടക്കാൻ ചെല്ലാത്തോണ്ട് അച്ചു വാശി പിടിച്ച് എന്റെ കൂടെ കിടന്നേ. ഒരു മയക്കം കഴിഞ്ഞിട്ടും നിന്നെ കാണഞ്ഞിട്ട് വന്നേ ഞാൻ. ഓ, ഇപ്പൊ നിങ്ങൾ അച്ഛനും മകനും ആണല്ലോ സെറ്റ്. ഞാൻ ഔട്ടായെന്നൊക്കെ എനിക്കറിയാം. കേട്ടോ പുഷ്പേട്ട, ഇതാണ് അസൂയ. ആ. അസൂയൊക്കെ അവിടെ നിക്കട്ടെ. ദേ, ഇതൊന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്. എന്തോന്നാ ഇത്? ഒരു കൊട്ടേഷനാ.